ശൈലജ ടീച്ചറാണ് പേരാവൂരിൽ LDF സ്ഥാനാർത്ഥി. ടീച്ചർ മട്ടന്നൂർ പോലെയല്ല പേരാവൂർ, വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ടീച്ചർ, ഞാൻ ചോദിച്ചു വന്നത്, മട്ടന്നൂർ നമ്മൾ വലിയൊരു വിജയമാണ് നേടിയത്. അത് കഴിഞ്ഞ് പേരാവൂരിലെത്തുമ്പോൾ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. KPCC പ്രസിഡൻ്റാണ് മറുവശത്ത്. ടീച്ചർ ഇവിടേക്ക് വന്നതൊക്കെ രാഷ്ട്രീയമായി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പം ഇത്രയും ദിവസമായി, എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പേരാവൂരിൻ്റെ ജന്മനാടാണ്. ഞാൻ ജനിച്ചു വളർന്നതും എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും എല്ലാം ഈ മണ്ണിലായിരുന്നു. ഞാൻ വിവാഹിതയായി പഴശ്ശിയിലേക്ക് പോകുന്നത് വരെ ഇവിടെയാണ് താമസിച്ചത്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കവും എല്ലാം ഇവിടെയാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗവും എനിക്ക് വളരെ സുപരിചിതമാണ്. എന്നെ നാട്ടുകാർക്കും അതുപോലെ തന്നെ സുപരിചിതമാണ്. രണ്ട് മണ്ഡലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ CPIMൻ്റെ വളരെ സ്ട്രോങ് ഹോൾഡാണ് മട്ടന്നൂർ. പേരാവൂർ അത്രത്തോളമല്ല എന്ന് നമുക്ക് പറയാം. നേരത്തെ ഞാൻ പേരാവൂർ പോരാടി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരാവൂരും ഇന്നത്തെ പേരാവൂരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, മണ്ഡലം ബൈഫർക്കേഷൻ വന്നപ്പോൾ. പക്ഷേ ആ വ്യത്യാസം വന്നപ്പോഴും ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത് ചെറിയ വോട്ടിനാണ്. 5000-ൽ താഴെ വോട്ട്. ഒരു തവണ 6000, പിന്നെ 3400, പിന്നെ 3100. അങ്ങനെ UDFൻ്റെ ലീഡ് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഈ മണ്ഡലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ലീഡെല്ലാം മറികടന്ന് ഇത്തവണ പേരാവൂർ വിജയിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. കഴിഞ്ഞ തവണ ടീച്ചർ ജയിച്ചത് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ്. 60,000-ൽ പരം വോട്ടുകൾക്കാണ് മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചത്. അപ്പം അത്രയും ഉയർന്ന ഭൂരിപക്ഷത്തിന് ജയിച്ച് 5 വർഷം MLA ആയ മണ്ഡലത്തിൽ നിന്ന് മാറിയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നോ? ഇതിൽ വിഷമിക്കാനൊന്നും ന്യായമില്ല. കാരണം ഞങ്ങൾ ആരെങ്കിലും ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. അത് പാർട്ടി ആണ്. ഇടതുപക്ഷ മുന്നണിയിൽ ഓരോ പാർട്ടിയും അവനവൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയാണ്. അത് മൊത്തത്തിൽ LDF അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഒരു പോളിസി ഇത്തവണ നിശ്ചയിച്ചത്, തുടർച്ചയായി 2 തവണ MLA ആയിട്ടുള്ള ഒരാൾ നല്ല വിജയസാധ്യതയുള്ള മണ്ഡലമാണെങ്കിൽ അവിടെ തുടർന്ന് മത്സരിക്കേണ്ടതില്ല, അവിടെ പുതിയ ആരെങ്കിലും വരട്ടെ എന്നാണ്. കാരണം വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ പുതിയ ആരെയും നമുക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കാം. എന്നെ സംബന്ധിച്ച് മട്ടന്നൂർ ഉറച്ച മണ്ഡലമാണ്. മാത്രമല്ല അവിടെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് എൻ്റെ മണ്ഡലത്തിലാണ്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി മത്സരിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ പിന്നെ സനോജിന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം മട്ടന്നൂരാണ്. ഞാൻ അവിടുന്ന് മാറുക എന്നുള്ളത് സാധാരണ രീതിയിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഞാൻ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പാർട്ടി പറഞ്ഞു, പാനലിൽ ഞാനും കൂടി ഉണ്ടാവണം, ഞാൻ മത്സരിക്കണം. പേരാവൂർ ടീച്ചർ മത്സരിച്ചാൽ ജയിക്കും, അതുകൊണ്ട് പേരാവൂർ മത്സരിക്കാൻ ടീച്ചർ സന്നദ്ധയാവണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഞാനത് അനുസരിക്കുക തന്നെയാണ്. ഇഷ്ടത്തോടെ സമ്മതിച്ചു. എൻ്റെ നാടല്ലേ, ഒരു നല്ല പോരാട്ടം നടത്താം. ആത്മവിശ്വാസമുണ്ട്. ഈ കണ്ണൂർ CPMൽ മുമ്പില്ലാത്ത വണ്ണമുള്ള പല ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രംഗം വളരെ സീനിയർ നേതാവായിട്ടുള്ള TK ഗോവിന്ദൻ മാസ്റ്റർ വിമതനായി കോൺഗ്രസ് പിന്തുണയോടെ തളിപ്പറമ്പിൽ മത്സരിക്കുക, ശ്യാമൾ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ തളിപ്പറമ്പിൽ വിവാദമാവുക, V കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന ആൾ പയ്യന്നൂരിൽ മത്സരിക്കുക, 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ UDFൻ്റെ പാനലിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ചില ശരിയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അഭിലാഷ് പറഞ്ഞതുപോലെ ഞെട്ടിപ്പിക്കുന്നതൊന്നും അല്ലത്. കണ്ണൂർ CPMനെ അറിയുന്ന ആളുകൾക്ക് അത് ഞെട്ടിപ്പിക്കുന്ന കണ്ണൂർ CPMൽ, കണ്ണൂർ മാത്രമല്ല CPMനകത്ത് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാത്തതാണ്, ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ അണികൾ, പാർട്ടി മെമ്പർമാർ, അവർ കാണുന്ന ഒരു രീതിയുണ്ട്. പാർട്ടിക്കെതിരായി പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സമീപനം സ്വീകരിച്ചാൽ എത്ര പ്രിയപ്പെട്ടവരായാലും അവരുടെ കൂടെ പാർട്ടി നിൽക്കില്ല. അതാണ് നമ്മൾ ഈ 3 കാര്യങ്ങളിലും കണ്ടത്. ഇവിടെ കണ്ണൂരുണ്ടായിട്ടുള്ള സംഭവത്തിലും നമ്മൾ കണ്ടത് അതാണ്. 2 സംഭവങ്ങളിലും കണ്ടത് അതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അത് പാർട്ടിക്കകത്താണ്. നേരത്തെ നയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നമ്മളെങ്ങനെയാണ് ഇന്ത്യൻ ഭരണാധികാരി വർഗത്തെ നോക്കിക്കാണുന്നത്, നമ്മൾ ആരെയൊക്കെയാണ് മുന്നണിയിൽ ചേർക്കേണ്ടത്, ഈ വിഷയത്തിലൊക്കെ പലപ്പോഴും പല ചർച്ചകളും നടന്നിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചില വേറിട്ട് പോകലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതതുപോലെയല്ല. ഇത് അവനവനെ പരിഗണിച്ചില്ല എന്ന ഒരു വിഷമതയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്കാർക്കും അങ്ങനെ വിഷമിക്കാൻ അവകാശമില്ല. കാരണം ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒരു തവണ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവസാന കാലഘട്ടം വരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിലാണ് ചിലർ ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, എറണാകുളത്തുള്ള ഒരു പാർട്ടി മഹിളാ അസോസിയേഷൻ്റെ ഒരു നേതാവ്, അവരെ പാർട്ടി വിചാരിച്ചാലും ചില മണ്ഡലങ്ങളിൽ നിന്ന് ജയിപ്പിക്കാൻ പറ്റില്ല. അത്രയും ജയിക്കുന്ന മണ്ഡലങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ. ഇത്തവണ നല്ല പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് കൂടുതൽ മണ്ഡലങ്ങളിൽ ജയിക്കാൻ. എന്നാൽ കണ്ണൂർ, കോഴിക്കോടൊക്കെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും LDF ജയിക്കുന്നു.
അപ്പോൾ അവിടെ ഒരു ആളെ നിർത്തി ജയിപ്പിക്കുക എളുപ്പമാണ്. ഞങ്ങൾ ആ പ്രദേശത്താവുന്നത് കൊണ്ടല്ലേ ഞങ്ങളെല്ലാം ജയിച്ചു വരുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുകയാണ്, പാർട്ടി അനുഭാവികളെല്ലാം ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് പാർട്ടി വിട്ടു പോവുക എന്നുള്ളത് സാധാരണഗതിയിൽ പാർട്ടി പ്രവർത്തകരാരും അംഗീകരിക്കില്ല. ഇവിടെ ഉണ്ടായ 2 സംഭവത്തിലും അതാണ്. 2 പേര് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളായിരുന്നു. പക്ഷേ അവരുടെ അഭിപ്രായം പറഞ്ഞ് പാർട്ടിക്കകത്ത് നിൽക്കുകയല്ല, പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ അത് അംഗീകരിക്കാൻ പാർട്ടി പ്രവർത്തകരാരും തയ്യാറാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇതോടൊപ്പം ചർച്ചയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജി സുധാകരൻ്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അദ്ദേഹത്തിൻ്റെ പുറത്തേക്കുള്ള പോക്കുമൊക്കെയാണ്. അപ്പോൾ ഒരിടത്ത് മാത്രമല്ല ടീച്ചർ, ഇപ്പോൾ കണ്ണൂരിൽ എന്തെങ്കിലും പ്രാദേശികമായ അവരുടെ അതൃപ്തി എന്ന് നമുക്ക് പറഞ്ഞ് മാറ്റാൻ കഴിയും. ഇതൊക്കെ വോട്ടർമാർ എന്തായാലും എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ഒരു ഇടത് സ്നേഹമുള്ള മനുഷ്യന്മാർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അവരെ കൺവിൻസ് ചെയ്യേണ്ടതല്ലേ നമ്മൾ? അതെ, സാധാരണ ഇടതുപക്ഷ പാർട്ടിയിൽ മാത്രമല്ല, വേറിട്ട് പോകലൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് വരികയാണ്. അത്രത്തോളം LDF വന്നിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വന്നിട്ടില്ല. മറ്റേ പലയിടത്തും പല പാർട്ടികളിലേക്ക് മാറി മാറി ചേക്കേറുന്നു, ചിലപ്പോൾ തിരിച്ചു പോകുന്നു, ചിലപ്പോൾ വീണ്ടും പോകുന്നു. ഇത് ഇന്നത്തെ സമൂഹത്തിൽ അത് ശരിയല്ലാത്തൊരു പ്രവണതയാണ്. എന്തായാലും അങ്ങനെ കാണുന്നു. എന്നാൽ ഇടതുപക്ഷത്തിൽ നിന്ന്, പ്രത്യേകിച്ച് CPM നിന്ന് മുതിർന്ന നേതാക്കൾ അങ്ങനെ വേറിട്ട് പോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. ജി സുധാകരൻ സാഹിബിനെ ഞങ്ങളെല്ലാം ഒരുപാട് ബഹുമാനിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ധാരാളം വായിക്കുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി നേതാവാണ്. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പോയി ചേർന്നത്, അദ്ദേഹം സ്വീകരിച്ചത് ഞങ്ങൾ ഏത് ആശയത്തെ എതിർക്കുന്നോ ആ ആശയത്തിൻ്റെ പ്രതിനിധികളെയാണ്. കോൺഗ്രസിനെ UDF എന്തിനെ എതിർക്കുന്നത്? അതിലേതെങ്കിലും ഒരു വ്യക്തിയോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, കോൺഗ്രസ്സിലെ ആരോടുമില്ല. പക്ഷേ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷപ്പെടുത്താൻ സഹായിച്ചില്ല എന്നുള്ളതാണ്. ടീച്ചറിനോട് ഒരുമിച്ച് ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മന്ത്രിസഭാ കൊളീഗ് കൂടിയായിരുന്നു ജി സുധാകരൻ. അതെ, ഞങ്ങൾ വലിയ വേദന തോന്നിയോ അദ്ദേഹം പോയപ്പോൾ? സ്വാഭാവികമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് ആര് വേറിട്ട് പോകുമ്പോഴും വേദന തോന്നും. ജി സുധാകരൻ സാഹുവും അങ്ങനെ തന്നെയാണ്. പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്, ഞാനൊരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ കൂടെ തുടരുമെന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹം വേറിട്ട് പോയി, അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾക്കെല്ലാം പലപ്പോഴായി ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 4 തവണ MLA ആവാൻ കഴിഞ്ഞിട്ടുണ്ട്, 1 തവണ മന്ത്രിയാവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലും കിട്ടാത്ത സഹാക്കളുണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ പരിഭവത്തിന് അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പോയിട്ട് കോൺഗ്രസിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നു, അവരുടെ കൂടെ നിൽക്കുന്നു. അതെല്ലാം പാർട്ടി അണികൾക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ടീച്ചറെക്കുറിച്ച് ഇവിടെ മത്സരരംഗത്ത് ഇറങ്ങിയതിന് ശേഷം പല കമൻറ്റുകൾ വന്നു. അതിലൊന്ന് എതിർ സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ വന്നതാണ്, ടീച്ചർ ഇവിടെ തോറ്റ് പോളിറ്റ് ബ്യൂറോ മെമ്പർ ആകും എന്നുള്ളത്. അദ്ദേഹത്തിന് ഈ പാർട്ടിയെക്കുറിച്ചുള്ള അതിലെങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ ഒക്കെ ആവുന്നത് എന്നതിനെക്കുറിച്ച് ധാരണയില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ പരിഹാസം ഈ മണ്ഡലത്തിൽ ഒരുപാട് കോൺഗ്രസ്സുകാരടക്കം അത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. എന്നോട് ചിലർ പറഞ്ഞു, അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഭയങ്കര ധിക്കാരായിപ്പോയാൽ പറഞ്ഞതെന്നൊക്കെ. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞാൽ ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പാർട്ടിക്കകത്ത് പാർട്ടി ബ്രാഞ്ച് മുതൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി, എന്നിട്ട് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ആളാണ് ഞാൻ. പാർട്ടിയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ട് MLA എന്നുള്ള നിലയിലും പ്രവർത്തിക്കാൻ പാർട്ടി അവസരം തന്നിട്ടുണ്ട്. MLA ആവുക, ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഉപരി കമ്മിറ്റിയിൽ വരുന്നതിൻ്റെ ഒരു ഘടകമേ അല്ല. ഞങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ ഓരോ കമ്മിറ്റിയിലും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതും ധാരാളം പ്രവർത്തകരുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ എത്താൻ കഴിയുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഞാനിപ്പോൾ. പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉപരി ഘടകം, അതിനകത്ത് കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. കേന്ദ്ര കമ്മിറ്റിയാണ് പ്രാധാന്യമായിട്ട് ചർച്ചകളും തീരുമാനങ്ങളും എടുക്കുന്ന വേദി. അവിടം വരെ എത്താൻ കഴിഞ്ഞു, അതിലപ്പുറം എന്താ ചിന്തിക്കാനുള്ളത്? അത് ടി കെ ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പി ജയരാജനെ വടകരയിലേക്ക് മത്സരിപ്പിച്ചത് ഒതുക്കിയത്, ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്ത്, ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത്, തളിപ്പറമ്പിൽ മത്സരിക്കണം എന്ന ഒരു ചോദ്യം വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച വന്നത്, ഇങ്ങനെയുള്ള 100,000 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പാർട്ടിയിൽ അങ്ങനെ ഒതുക്കലും ചവിട്ടലും ഒക്കെ നടക്കുന്നുണ്ടോ? അങ്ങനെ ചവിട്ടി ഒതുക്കിയിരുന്നെങ്കിൽ ഞാനിവിടെ എത്തുമായിരുന്നില്ലല്ലോ. ഞാൻ ഗ്രാമത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഒരാൾ ഇന്നറിയപ്പെടുന്ന ശൈലജ ടീച്ചറായി മാറിയത് എൻ്റെ പ്രസ്ഥാനം എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നുകൊണ്ടല്ലേ. അതെനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ ഗ്രാമത്തിലുള്ള സാധാരണ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം ഒരു
ആളുകളുടെ മുന്നിൽ മിങ്കിൾ ചെയ്യാൻ മടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒതുങ്ങിയൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ എന്നെ അപ്പോൾ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മമ്മ വളരെ ബോൾഡാണ്, അവർ സമരങ്ങൾക്കൊക്കെ പോകുന്നയാളാണ്. അമ്മമ്മയുടെ കയ്യും പിടിച്ചു പോയിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കരുത്താർജിക്കുന്നത്. പിന്നെ എൻ്റെ പാർട്ടി സഹാക്കൾ നൽകിയ പിന്തുണ, അല്പം നിർബന്ധമെന്ന് പറയാം, ഓരോ കമ്മിറ്റിയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ എന്നെ ഏത് ഉത്തരവാദിത്വവും എടുക്കാൻ കഴിയുന്ന ധൈര്യത്തിലേക്ക് നയിച്ചത് എൻ്റെ പാർട്ടി നേതാക്കളും സഖാക്കളും ഒക്കെ ചേർന്നിട്ടാണ്. ആ പാർട്ടി ഇത്രയും അനുഭവങ്ങൾക്ക് ശേഷം എന്നെ എവിടെ ചവിട്ടിക്കൂട്ടാനാണ്? അതുകൊണ്ട് ആ ചോദ്യത്തിനേ പ്രസക്തിയില്ല. ഞാൻ ചെയ്യേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് എൻ്റെ പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരേ സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റല്ലേ? നമുക്ക് എവിടെ നിന്നാലും ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. ഒരു MLA ആയാൽ ധാരാളം ചെയ്യാം. പേരാവൂരിലെ ജനങ്ങളോട് ഞാൻ പറയുന്നത്, ഞാൻ MLA ആയപ്പോഴെല്ലാം അതത് മണ്ഡലങ്ങൾക്ക് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു ഏറ്റവും ത്രില്ലായിട്ട് തോന്നുന്ന കാര്യം പുതിയ പദ്ധതികൾ മണ്ഡലങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വിദഗ്ധരെയെല്ലാം വിളിച്ച് ചേർത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി പിന്നെ ആ പ്രോജക്റ്റ് അംഗീകരിച്ച് കിട്ടാൻ ഗവൺമെൻറ്റിൽ ശാഠ്യം പിടിച്ച് നേടിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതിപ്പോഴും ഉണ്ട്. പേരാവൂരിന് വേണ്ടിയും അത് ചെയ്യാനൊരവസരം തരട്ടെ എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഈ ശ്രദ്ധേയായ എന്തിൻ്റെയും അസാന്നിധ്യം അതിലേറെ ശ്രദ്ധേയാവുമെന്ന് പറയാറുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു 100 തവണ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്. ടീച്ചർക്ക് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെ തോന്നാൻ പാടില്ല മനുഷ്യർക്ക്. അതാണ്, നമ്മൾ മാത്രമല്ലല്ലോ എല്ലാ കാര്യവും ഒരു വ്യക്തിക്ക് ചെയ്യാൻ മാത്രമായിട്ട് കഴിയും എന്ന് പറയാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് തന്നെ ഒരു നല്ല ടീമിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ പഠിച്ചിട്ടുള്ള പാഠം നല്ല ടീം ഫോർമേഷനും നല്ല പ്ലാനിങ്ങുമാണ് ഏത് പ്രശ്നം പരിഹരിക്കാനും വേണ്ടത്. എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. ഒരു ക്രൈസിസാണ് ഓപ്പർച്യൂണിറ്റി എന്ന് എല്ലാവരും പറയാം. എവറി ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് ഞാൻ നന്നായിട്ട് ആപ്തവാക്യമായിട്ട് എടുക്കുകയും ക്രൈസിസ് ഉണ്ടായപ്പോൾ നല്ല ടീം ഫോം ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ നല്ല സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ പോളിസി അതെല്ലാം എന്നെ സഹായിച്ചു. നന്നായിട്ട് ചെയ്തു. അതിൽ നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി എനിക്കുണ്ട്. ഇത് ക്രൈസിസ് മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ സമഗ്രമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ, പ്രൈമറി മുതൽ ടേർഷ്യറി വരെ അതിനും അതിൻ്റെ പ്ലാനും പ്രോജക്റ്റും ഒക്കെ ഉണ്ടാക്കാനും നല്ലൊരു ടീമിനെ രൂപീകരിക്കാൻ പറ്റി. അതിൽ സംതൃപ്തിയുണ്ട്. എന്നാൽ എനിക്കേത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന ചിന്തയൊന്നും എനിക്കില്ല. യെസ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മൊത്തത്തിൽ വിവാദമായിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. BJPയുടെ വോട്ട്, SDPIയുടെ വോട്ട്, മട്ടന്നൂരിൽ ഇതൊക്കെ എങ്ങനെയാണ്? ഇത് പേരാവൂര്, പേരാവൂര്. അഭിലാഷ് മാനസികമായി മട്ടന്നൂർ നിൽക്കുകയാണ്. അതാണ്, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ മുന്നണിയിലെ ഘടകകക്ഷികൾ ഏതൊക്കെയാണെന്ന് നന്നായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മുന്നണിയെയും വെച്ചിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾക്ക് വേറെ ഈ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടെന്നുള്ളത് UDFൻ്റെ ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ അവരൊക്കെയാണ് ഇത്തരം ഡീലുകൾ ഉണ്ടാക്കാറ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡീലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പം ഇത്തരത്തിലുള്ളൊരു പ്രചരണം ഉണ്ടാക്കുകയും അണിയറയിൽ അവരൊക്കെ തന്നെ ഡീലുണ്ടാക്കുകയും ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ജനങ്ങൾ അത് ഓരോ സ്ഥാനാർത്ഥിക്കും ഞങ്ങൾ ഇന്നയാൾക്കാണ് വോട്ട് ചെയ്യുന്നത്, അത് തീരുമാനിച്ചവർ വോട്ട് ചെയ്യും. അത് വികസനത്തിൻ്റെ പേരിലാണ് എന്നത് മാത്രമാണ് കാണുന്നത്. എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഞങ്ങൾ LDF മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ടീച്ചർക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. സന്തോഷം, രാവിലെ തന്നെ നല്ലൊരു അവസരം തന്നതിന് ജനങ്ങളോട് പറയാൻ. തീർച്ചയായും. ഓക്കെ, തിരുവനന്തപുരത്ത് കാണാം. താങ്ക് യു. ശരി.